സുഡാപ്പികളെ നിങ്ങൾ കണ്ടുപിടിക്കുകയും മോദിജി അവാർഡുകൾ വാരി കൂട്ടുന്നു. ഞാൻ ഒറ്റ കാര്യങ്ങൾ എനിക്ക് ഈ വിവരം കെട്ട സാധനങ്ങളോടാണ് ചോദിക്കാനുള്ളത്. എന്നിട്ട് അവിടെ ഒക്കെ പോയിട്ട് മതേതരം പ്രസംഗിച്ച് ഒരു നാണവും മാനവും ഇല്ലാണ്ട് അവിടെ നിന്നൊക്കെ അവാർഡും വാങ്ങിച്ച് അമ്പലവും കെട്ടി പോരുന്ന ഒരു മനുഷ്യൻ. സംബാലില് 5 ക്ഷേത്രങ്ങളും കൂടെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ആശ്വാസമായില്ലേ. ഇവിടെ കുഴിച്ചു നോക്കിയാലും ലിംഗം കിട്ടും, അതല്ലെങ്കിൽ ഹനുമാന്റെ ഗത കിട്ടും. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അതായത് UP ഗവൺമെൻറ് ചെയ്യുന്ന എത്ര നല്ല കാര്യങ്ങളല്ല, എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ. എന്താണെങ്കിലും സംബാലില് വക്ക് പൊട്ടിയതും കാല് പൊട്ടിയതും കൈ പൊട്ടിയതുമായിട്ടുള്ള ഒരു 3-4 വിഗ്രഹങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 5 ക്ഷേത്രങ്ങൾ കൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കേണ്ടതാണ്. നമ്മളങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ പേടിച്ചിട്ട് സംബാലിലെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ എന്താ ചെയ്യണമല്ലോ, അവർ സ്വന്തം വീട് പൊളിച്ചങ്ങ് പോവുക. അതിപ്പോൾ എന്തിനാണ് അവർ വീട് പൊളിച്ചു പോകണതില്ലേ? യോഗിജി ഇല്ലേ നമ്മുടെ ബുൾഡോസറായിട്ട് വീട് പൊളിക്കാൻ എന്നല്ലേ ഞങ്ങൾ ആലോചിക്കുന്നത്? യോഗിജി ഉണ്ട്. യോഗിജി ബുൾഡോസറായിട്ട് വരും, വീട് പൊളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ സ്വന്തം വീട് പൊളിച്ച് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ എടുത്ത് എങ്ങോട്ടെങ്കിലും രാജ്യം വിട്ടു പോവാം എന്നാണ് ഈ സംബാലിലെ മുസ്ലിങ്ങൾ ഏതായാലും വിചാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ന്യൂസായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സകലമാന ചാനലുകളിലും വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കുറേ സംഘിവാണങ്ങളുണ്ട്. ഇതൊക്കെ കൈയടിച്ചിട്ട് അങ്ങ് മോദിജി കുവൈറ്റിൽ പോയിട്ട് മോദിജിക്ക് കുവൈറ്റിലെ പരമോന്നത ഒരു ബഹുമതിയായിട്ടുള്ളൊരു ഓണർ ഓഫ് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ നമ്മുടെ നാട്ടിലെ ഈ കാമിത, ഈ ഫസൽ, ആ ഒരു തല പോയിട്ടുണ്ടല്ലോ അവൻ, ഈ ആരിഫ് ഹുസൈൻ, ഈ പറഞ്ഞ ബൈജു, ഈ വക സകല മലവാണങ്ങളും ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക, സുഡാപ്പികളെ നിങ്ങൾ കണ്ടുപിടിക്കുകയും മോദിജി അവാർഡുകൾ വാരി കൂട്ടുന്നു. ഞാൻ ഒറ്റ കാര്യങ്ങൾ എനിക്ക് ഈ വിവരം കെട്ട സാധനങ്ങളോടാണ് ചോദിക്കാനുള്ളത്. സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങളുടെ വീടും സകലമാന സ്ഥാപക ജമ്പക വസ്തുക്കളും തോണ്ടി അതിൻ്റെ അടുത്തൊക്കെ വിഗ്രഹങ്ങൾ കൊണ്ട് ഒളിപ്പിച്ച്, ലിംഗങ്ങൾ കൊണ്ട് ഒളിപ്പിച്ച് ഇവിടുത്തെ ആൾക്കാരെ പടി ഒളിപ്പിച്ച് വിടുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്. ഇതേ പ്രധാനമന്ത്രി മറ്റ് മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള കുവൈറ്റിലും ബഹ്റൈനിലും UAE-യിലൊക്കെ പോയിട്ട് അവിടുത്തെ ഈ മുസ്ലിങ്ങൾ കാണിക്കുന്ന സാഹോദര്യവും മതേതരത്വമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് അവാർഡും വാങ്ങി തിരിച്ചു പോരുക. എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് പുതിയ അമ്പലങ്ങൾക്കുള്ള പ്രപ്പോസൽ കൊടുക്കുക. ദുബായിലാണെങ്കിൽ അമ്പലം വെച്ചു, അബുദാബിയിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു അമ്പലത്തിൻ്റെ കൂട്ടത്തിലൊരു അമ്പലം വെച്ചു. എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് മതേതരം പ്രസംഗിച്ച് ഒരു നാണവും മാനവും ഇല്ലാണ്ട് അവിടെ നിന്നൊക്കെ അവാർഡും വാങ്ങിച്ച് അമ്പലവും കെട്ടി പോരുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യന് കൈയടിച്ചിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും കാണാത്ത കുറേ സംഘികളുടെ ചാണക തീട്ടം തിന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ കുറേ XYZ മുസ്ലിങ്ങളും പിന്നെ യാതൊരു തലക്ക് വെളിവില്ലാത്ത മരവാണങ്ങളായിട്ടുള്ള കുറേ സംഘിക്കൂട്ടങ്ങളും. ഇതാണ് ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഇതൊക്കെ കണ്ട് കൈയടിക്കാൻ കുറേ ആൾക്കാർ. എനിക്ക് സംബാലിലൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കുക നിങ്ങൾ. മുസ്ലിങ്ങൾ സ്വന്തം വീട് പൊളിച്ചിട്ട് യോഗി എന്നുള്ളൊരു വൃത്തികെട്ട ഒരു ഭരണാധികാരിയുടെ ചെറ്റ നയങ്ങളെ പേടിച്ചിട്ട് സ്വന്തം വീട് പൊളിച്ച് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഓടുക. ഇയാളാണെങ്കിലോ കാണുന്ന മുസ്ലിങ്ങളുടെ വീടുകളും സ്ഥലങ്ങളും ഒക്കെ പൊളിച്ചിട്ട് അതിൻ്റെ താഴത്ത് പലതരം വിഗ്രഹങ്ങളുടെ കയ്യും കാലും മൂക്കും ലിംഗവും കൊണ്ട് വെച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് പുതിയ പുതിയ അമ്പലങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ. ഇത് കണ്ട് കൈയടിക്കാൻ കുറേ ഞാൻ പറയുന്നില്ല. എന്താ ഈ എങ്ങട്ടായി പോകുന്നത്? നമ്മുടെ നാട്ടിൽ ബോധമുള്ള ആൾക്കാരില്ലേ? കഴിഞ്ഞ ദിവസം ജാമിദൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ലോകം മുന്നോട്ട് കുതിക്കുന്ന ഒരു യോഗിയല്ല രാജ്യം മുന്നോട്ട് കുതിക്കുന്നു, നമ്മുടെ മോദിജി അവിടെ പോയിട്ട് അവാർഡ് വാങ്ങുന്നു. ഈ വിവരം കെട്ട നാണം കെട്ട കാമിതൊന്നും ഈ നാട്ടിൽ നടക്കുന്നതേ കാണുന്നില്ലേ? UP-യിൽ നടക്കുന്നൊന്നും ഈ വൃത്തികെട്ടവളൊന്നും കാണുന്നില്ലേ? അല്ല, ഇവളൊന്നും അല്ല കേട്ടോ. ഇവള് വെറും തിട്ടത്തിലെ പുഴ എന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഞാൻ പറയട്ടെ, അവളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ വർഗീയത തുപ്പി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലെടുപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ളൊരു ജന്മം. ഇവളുടെ അപ്പനും അമ്മയും ആരാണെങ്കിലും വേണ്ടില്ല. അതിന് കൈയടിക്കാൻ കുറേ മലവാണങ്ങളായിട്ടുള്ള കുറേ സംഘിക്കൂട്ടങ്ങളുമുണ്ട്. കൂട്ടത്തിൽ ആരിഫും ഈ പറഞ്ഞ ഫസൽ കാരാട്ടും കുറേ ആരിഫും ഞാൻ പറയുന്നില്ല, അവനൊക്കെ വിളിച്ചാണ്ടില്ല, അങ്ങ് എത്തിപ്പോവും വിളി. ഇവന്മാർ മോദിജി കാണിക്കുന്ന അല്ലെങ്കിൽ യോഗി കാണിക്കുന്ന പരച്ചറ്റത്തെങ്ങനെ കാണൂല. അതല്ലാണ്ട് കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞ് നാണല്ലാണ്ട് വന്ന് കുരച്ച് കിട്ടുന്ന പൈസ നക്കി തൂറി ജീവിച്ച് പോകുന്ന കുറേ സാധനങ്ങൾ. ഇതാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. കലികാലം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കലികാലം എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ വേറെ ആർക്കും ഇല്ല.